വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരരംഗത്തുള്ള സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഒ.പി. ബഹിഷ്കരിച്ചാണ് ഇന്നത്തെ പ്രതിഷേധം. 10 വർഷമായിട്ടും ആവശ്യങ്ങളിൽ അനുകൂല നിലപാടില്ലെന്ന് KGM-CTA ആരോപിക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ കടുത്ത സമരത്തിലേക്ക് കടക്കുമെന്നും KGM-CTA പ്രസിഡന്റ് റോസ്നാര ബീഗം പറഞ്ഞു. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഡിമാൻഡ്സിൽ വെച്ചിരിക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ടും അതിലൊരു പരിഹാരവും ഉണ്ടായില്ല. പലപ്പോഴും ഞങ്ങൾ അധികാരികളുടെ മുന്നിൽ അത് ഞങ്ങൾ നിവേദനങ്ങളായിട്ടും ചർച്ചകളായിട്ടും ഒക്കെ പല രീതിയിലും ഇത് നടന്നതാണ്. ഞങ്ങൾക്ക് ഒരു അനുകൂല നടപടി ഞങ്ങളുടെ അധികൃതരിൽ നിന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ പേഷ്യന്റ് കെയർ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സമരമുറകളിലേക്ക് പോവാതെ മറ്റ് നിർവാഹമില്ല. സനിസ ശോഭാചന്ദ്രൻ ചേരുകയാണ്. സനിസ, ഈ ഡോക്ടർമാരുടെ സമരം ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ഓപിയും അധ്യാപനവും ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർമാർ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. 10 വർഷത്തോളമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. മെഡിക്കൽ കോളേജുകളുടെ നിലവാരം തകർക്കുന്ന താൽക്കാലിക സ്ഥലമാറ്റങ്ങൾ അവസാനിപ്പിക്കുക, പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് വരുന്ന ശമ്പളക്കുറവ് നികത്തുക, വർഷങ്ങളായുള്ള ശമ്പള കുടിശ്ശിക. 4 വർഷത്തോളമായി പലർക്കും ശമ്പള കുടിശ്ശിക ബാക്കിയായിട്ടുണ്ട്. ഈ ചിലർക്കൊക്കെ 20 ലക്ഷത്തോളം രൂപ ലഭിക്കാനുണ്ടെന്നൊക്കെയാണ് ഈ KGM-CTA പ്രസിഡന്റ് റോസ്നാര ബീഗം അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. വർഷങ്ങളായി ഇത്തരത്തിൽ ശമ്പള കുടിശ്ശിക ലഭ്യമാക്കാനായിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, കൂടുതൽ തസ്തികകൾ ഉണ്ടാക്കുക. ഇപ്പോൾ പല തസ്തികകളിലും ആൾക്കാരില്ല എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒരു ദിവസത്തിന്റെയൊക്കെ വ്യത്യാസത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ട്രാൻസ്ഫറുകൾ ഇവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും അല്പസമയം മുൻപ് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞു. അതുപോലെ തന്നെ പെൻഷൻ സീലിംഗ് കേന്ദ്ര നിരക്കിൽ നിജപ്പെടുത്തുക. ഇത്തരത്തിൽ ഇവർ പെൻഷൻ ആവുന്ന സമയത്ത് ഇവർക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ പെൻഷൻ ലഭിക്കേണ്ട സാഹചര്യമാണ്. എന്നാൽ പെൻഷൻ പറ്റുന്ന സമയത്ത് ഇവർ UGCയുടെ അണ്ടറിൽ നിന്നും മാറി സംസ്ഥാന സർക്കാരിന്റെ അണ്ടറിലേക്ക് വരുന്നു. അപ്പോൾ 80,000 ഇവരുടെ ഒരു പെൻഷൻ തുകയിൽ വലിയൊരു തരത്തിലുള്ള മാറ്റം വരും. ഇതും ഇവരുടെ ഒരു സർവീസിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നു, അവരുടെ സർവീസിന് ശേഷമുള്ള ജീവിതത്തെയും ബാധിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നമ്മളോട് നടത്തിയത്. കൂടാതെ തന്നെ ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലാക്കുക എന്ന ഒരു ആവശ്യം കൂടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. താമരശ്ശേരിയൊക്കെ ഡോക്ടർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് KGM-CTA ഒക്കെ ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ തന്നെ ഈ 25-ാം തീയതി കോഴിക്കോട് വെച്ച് ഇവരുടെ സംഘടന ഒരു കോൺഫറൻസ് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കകം സർക്കാരിൽ നിന്നും യാതൊരുവിധ നടപടിയും ഇല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ഈ കോൺഫറൻസിൽ വേറെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള OP ബഹിഷ്കരിച്ചത് മൂലം രോഗികൾ വലഞ്ഞിട്ടുണ്ടോ? അതെ, അത്തരത്തിൽ OP ബഹിഷ്കരിക്കുന്നത് മൂലം രോഗികൾക്ക് PG ഡോക്ടേഴ്സും അതുപോലെ തന്നെ ജൂനിയർ ഡോക്ടേഴ്സും മാത്രമേ OPയിൽ അവൈലബിൾ ആയിട്ടുണ്ടാകൂ. ഇത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സർക്കാർ ആശുപത്രികളെയാണ് സാധാരണക്കാർ കൂടുതലായും ആശ്രയിക്കുന്നത് ഉണ്ടാക്കും. ഈ വിഷയത്തിൽ ഇവർ പറയുന്നത് കാലാകാലങ്ങളായി തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ 10 വർഷത്തോളമായി ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ഇനിയും തങ്ങൾക്ക് മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് പേഷ്യൻസിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരു ആരോഗ്യ സംഘടന എന്ന നിലയിൽ തങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഒരു അവസ്ഥ മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ റിലേ അടിസ്ഥാനത്തിലാണ് ഈ OP ബഹിഷ്കരണം നടന്നുകൊണ്ടിരിക്കുന്നത്. 6 ദിവസം ഓരോ സ്ഥലങ്ങളിലുമായിട്ട് ഓരോ മെഡിക്കൽ കോളേജിലുമായിട്ടാണ് ഇത്തരം ബഹിഷ്കരണം നടക്കുന്നത്. മറ്റ് വഴികൾ ഇല്ലാത്തത് കൊണ്ട് സർക്കാർ തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് തങ്ങളെ കൊണ്ട് എത്തിച്ചതെന്നാണ് KGM-CTA പ്രസിഡന്റ് അടക്കം പറഞ്ഞു വെക്കുന്നത്. നൗഫൽ, KGM-CTA OP ബഹിഷ്കരിച്ചുള്ള സമരം തുടരുകയാണ്. വിവരങ്ങളാണ് സനിസ നൽകിയത്.